പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നലെ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു യോഗ തീരുമാനം ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ മാറ്റങ്ങളും ഏറ്റവും പുതിയ അറിയിപ്പുകളെയും കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് പറയുന്നത് അഭിമുഖം നടത്തുമെന്നാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളുടെ ഇൻ്റർവ്യൂസാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് പറയുന്നത് തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക്, അതുപോലെ തന്നെ NCA LCEC കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങൾ നടത്തുമെന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഞാനിതിൻ്റെ PDF അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ രണ്ടാമത് പറയുന്നത് ഇടുക്കി ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഹൈസ്കൂൾ മാത്തമാറ്റിക്സ് ടീച്ചറിൻ്റേതാണ്. അപ്പോൾ അവരുടെ ഈഴവ, തീയ വിഭാഗം എന്നിവരുടെ കാറ്റഗറിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ അറബിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിലേക്കുള്ള അസിസ്റ്റൻറ്റ് കമ്പൈൽ, അത് NCA ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ റെക്കോർഡിസ്റ്റിൻ്റെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി നമ്പറൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ പറഞ്ഞിട്ടുള്ളത് സർക്കാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പട്ടിക വിഭാഗത്തിൻ്റെതും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അഭിമുഖങ്ങളാണ് ഈ ഒരു ആഴ്ച നടത്താനായിട്ട് കേരള PSC പോകുന്നത്. അതുപോലെ തന്നെ സാധ്യതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെയെന്ന് നോക്കിയാൽ വിവിധ ജില്ലകളിലേക്കുള്ള ആരോഗ്യ വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള പിയൂൺ കം വാച്ചർ, ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലേക്കുള്ള ലബോറട്ടറി അറ്റൻഡർ, വനിതാ ശിശു വികസന വകുപ്പിലേക്കുള്ള സൂപ്പർവൈസർ. അപ്പോൾ എന്തായാലും ഈ ആഴ്ചയും LDC LGS ഇല്ല എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് കൊല്ലം ജില്ലയിലെ കോളേജുകളിലുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഫയർ ആൻഡ് ഓഫീസറിലേക്കുള്ള ഡ്രൈവറിൻ്റേത്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിലേക്കുള്ള പിയൂൺസിൻ്റേതൊക്കെ ചുരുക്കപ്പട്ടികൾ വരാനായിട്ട് പോകുന്നു എന്ന് കേരള PSC പറയുന്നുണ്ട്. പിന്നെ വരാനായിട്ട് പോകുന്നത് ഓൺലൈൻ പരീക്ഷകളാണ്. അപ്പോൾ ഓൺലൈൻ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് വിവിധ ജില്ലകളിലേക്കുള്ള NCCയുടെ സൈനിക ക്ഷേമ വകുപ്പിലേക്കുള്ള ടൈപ്പിസ്റ്റിൻ്റേതും, അതുപോലെ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചറിൻ്റേതായിട്ടുള്ള ഓൺലൈൻ പരീക്ഷകൾ നടത്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ, മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ഇൻ വോക്കൽ, ലബോറട്ടറി ടെക്നീഷ്യൻ, ജിയോളജിക്കൽ അസിസ്റ്റൻറ്റ്, ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ആർമേച്ചർ വെൻഡർ, അങ്ങനെയുള്ള ഒരുപാട് തസ്തികകൾ ജനറൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലമാണെങ്കിൽ ഫോറസ്റ്റ് ഡ്രൈവർ വിളിക്കുന്നുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയുള്ള ഫോറസ്റ്റ് ഡ്രൈവർ പറയുന്നുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ ഓഫീസർ, പട്ടികജാതി പട്ടികവർഗത്തിലേക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലമാണെങ്കിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, പിന്നെ ക്ലർക്ക് വിളിക്കുന്നുണ്ട്. NCA റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് PDF ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്താൽ ഇതിൻ്റെ എല്ലാം കറക്റ്റ് PDF ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അറിയിപ്പിനകത്ത് കേരള PSC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.